ബിറ്റ്കോയിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്ന് കഴിഞ്ഞ 4 വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഫൈനലി ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ റിപ്പോർട്ടോട് കൂടി വന്നതോടുകൂടി അതിൻ്റെ ആക്കം കൂട്ടി. സോ ഇറ്റ്സ് എ ക്രിപ്റ്റോ മച്ചൻ. അടുത്ത 4 മിനിറ്റിനുള്ളിൽ ബിറ്റ്കോയിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. സോ ആദ്യം നമുക്ക് ഷോർട്ട് ടൈം അപ്ഡേറ്റ് നോക്കാം. അതിനുശേഷം ലോങ് ടൈം അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടൈം അപ്ഡേറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുന്നൊരു ലോവർ ലോ നിങ്ങൾ ഇനി എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ലാസ്റ്റ് അന്ന് ആ ഒരു സമയത്ത് സംഭവിച്ച ഈ ഒരു ഡംപ് ട്രാപ്പാണ്. നിങ്ങൾ ഇതിൽ വിശ്വസിച്ച് ഈ ഒരു ഷേക്കൗട്ടിൽ വിശ്വസിച്ച് നിങ്ങൾ ഒരു ലോവർ ലോ എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവിടുന്ന് നേരെ നമ്മളിനി 65-200 പോകാൻ പോകുന്നത് എന്നാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിന്ന് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ റിപ്പോർട്ടോട് കൂടി വന്നതോടുകൂടി അത് ഇത്രയും കൂടെ ഫാസ്റ്റ് ആക്കി. സോ സ്വാഭാവികമായിട്ട് ഇനി എന്താണ് ബിറ്റ്കോയിനിൽ അപ്ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്റ്റിൽ ഇപ്പോഴും ബിറ്റ്കോയിനിൽ ഷോർട്ട് ടൈമിലേക്ക് ബുള്ളിഷ് തന്നെയാണ്. കാര്യം നമ്മളിനി ഫർദർ അപ്സൈഡിലോട്ടാണ് ഞാൻ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് ചില ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ 4 hour ചാർട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു 65-200 എന്ന് പറഞ്ഞാൽ നമ്മളെ വാച്ച് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. 65-200 4 hourൽ നമുക്കൊരു ബ്രേക്കും ഒരു ക്ലോസും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതൊരു 67 റേഞ്ചിലോട്ടായിരിക്കും പോകുന്നത്. 67 പിന്നീട് സംഭവിക്കുന്ന പ്രൈസ് റിജക്ഷൻ പോലെ ഫർദർ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. അത് ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം. സോ 65-200 മുകളിലൊരു ബ്രേക്കും ക്ലോസും കിട്ടിയാൽ 4 hourൽ ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് 4 hourൽ അപ്ഡേറ്റ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഡെയിലി ചാർട്ടിലോ ഇന്നത്തെ ഡെയിലി ക്ലോസിങ്ങിൽ നമുക്ക് അല്ലെങ്കിൽ 6 hourൽ നമുക്കൊരു 65-200 ഒരു ക്ലീൻ ക്ലോസ് മുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ മാർക്കറ്റ് അതായത് നമ്മുടെ ഈ ഒരു മെയിൻ ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ഒരു മെയിൻ സൈഡ് വേയുടെ അതായത് ഡെയിലി ചാർട്ടിൻ്റെ മെയിൻ സൈഡ് വേയുടെ ഹാഫ് പോർഷൻ നമ്മൾ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ട് നമ്മൾ ഈ ഒരു 68-69 റേഞ്ചിൽ വരികയും അവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 71 റേഞ്ചിലോട്ട് ഈ ഒരു ഹൈയുടെ അടുത്തോട്ട് വരികയും ഇവിടെ ട്രേഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡെയിലി ചാർട്ടും അടുത്ത 6 hourഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതാണ് രണ്ട് ടൈം ഫ്രെയിമുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് അതനുസരിച്ച് നമുക്ക് ബാക്കി മൂവ്മെൻറ്റുകൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ബിറ്റ്കോയിൻ്റെ അപ്ഡേറ്റ്. വേറെ അപ്ഡേറ്റ് ഒന്നുമില്ല. പിന്നീട് നിങ്ങൾ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ചാർട്ടും ഒരു ബുള്ളിഷാണ്. പക്ഷേ നമ്മൾ ഇനി ഒരു ലോങ് ടൈം വ്യൂവും കൂടെ നോക്കാം. ലോങ് ടൈം വ്യൂ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഇപ്പോഴും ഒരു സൈഡ് വേ റേഞ്ചിൽ തന്നെയാണ്. ഈ റേഞ്ചിനകത്തുള്ള പ്ലേ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ലോങ് ടൈം വ്യൂവിൽ നമുക്ക് നല്ല രീതിയിലൊരു മാർക്കറ്റിലോട്ട് വോളിയം വരണമെങ്കിലും നമ്മൾ ഫർദർ ഒരു വലിയ ബുള്ളിഷ് മാർക്കറ്റിലോട്ട് കടക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു 72-74 എന്ന് പറയുന്ന ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ നമ്മൾ ട്രേഡ് എടുത്ത് പോകുന്നതായിരിക്കും. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഷോർട്ട് ടൈം അപ്ഡേറ്റ് ആണ്. സോ നിങ്ങൾ ട്രേഡുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ തീരുമാനിക്കുക. അതുപോലെ നിങ്ങളൊരു സ്പോട്ട് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ഇപ്പോഴും വാങ്ങിക്കാം. ബിറ്റ്കോയിൻ ചീപ്പ് തന്നെയാണ്. സോ നിങ്ങൾ മിസ് ചെയ്യരുത്. ബിറ്റ്കോയിൻ ഓരോ ഡിപ്പിലും വാങ്ങിക്കുക, ഇപ്പോഴും വാങ്ങിക്കാം. കാര്യം നമ്മൾ ബുൾ മാർക്കറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 10-15 വീഡിയോകളിലായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ബിറ്റ്കോയിൻ്റെ യഥാർത്ഥ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് അൾട്ട് കോയിൻ്റെ ചെക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ അൾട്ട് കോയിൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നിങ്ങൾ ഏതെങ്കിലും ലോസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റ് വരും. കാര്യം അൾട്ട് കോയിൻ നല്ല രീതിയിൽ അൾട്ട് കോയിൻ്റെ മാർക്കറ്റ് ബൗൺസ് ആവാൻ പോവാണ്. ചാർട്ട് നോക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. അതായത് ലോങ് ടൈമിലേക്ക് നിങ്ങൾ ബിറ്റ്കോയിനിൽ ഒരു ബുൾ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അൾട്ട് ഹോൾഡ് ചെയ്യരുത്. അതിന് മുമ്പ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, കാര്യം ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾട്ട് കോയിൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് കിട്ടും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മുടെ ക്രിപ്റ്റോയുടെ മണി ഫ്ലോ എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോയും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതറിയാത്തവർ ചാനലിൽ പോയി നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ട് ക്രിപ്റ്റോയിലെ സകല ഫണ്ടും ബിറ്റ്കോയിനിലോട്ട് പോകും. പുതുതായിട്ട് വരുന്ന ഫണ്ടും ബിറ്റ്കോയിനിലോട്ട് പോകും. അങ്ങനെ പോയാൽ ആ ഒരു സൈക്കിൾ അങ്ങനെ നടന്നാൽ മാത്രമേ പിന്നീട് ഒരു അൾട്ട് സീസൺ വരത്തുള്ളൂ. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചീപ്പ് റേറ്റിന് അൾട്ട് കോയിനിൽ കിട്ടും. അതുകൊണ്ട് ഭയങ്കര ചീപ്പ് എന്നല്ല, കുറച്ചും കൂടെ ചീപ്പ് നല്ല രീതിയിൽ അൾട്ട് മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിൽ വെക്കുക. ഞാൻ പറയുന്നത് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. ഇതുവരെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഇതാണ് അൾട്ട് കോയിൻ്റെ ലോങ് ടൈമിലും ഷോർട്ട് ടൈമിലോട്ടും എനിക്ക് തരാൻ പറ്റുന്ന ഒരു അഡ്വൈസ്. ഓക്കെ.
അപ്പം ഇതുപോലുള്ള ക്വിക്കായിട്ടുള്ള അപ്ഡേറ്റ് മാർക്കറ്റിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ബിറ്റ് കോയിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും ന്യൂസുകളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും പെട്ടെന്ന് ഇടുന്നത്. സോ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മാർക്കറ്റ് അപ്ഡേറ്റും ബിറ്റ് കോയിൻ അപ്ഡേറ്റും കിട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.